ഞാൻ ആദ്യമായിട്ടാണ് അച്ചായൻസ് ഗോൾഡിന്റെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. ടോണി അച്ചായൻ അച്ചായൻസ് ഗോൾഡിനെതിരെ തുറന്നടിച്ചുകൊണ്ട് അമ്പിളി എന്ന യുവതി രംഗത്ത് വന്നിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ. അതായത് കൃത്യം പറഞ്ഞ ഫെബ്രുവരി 5 അച്ചായൻ ഒരു റീലിട്ടിരുന്നു. അതിന്റെ പ്രധാന ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ ഈ വൃദ്ധ ദമ്പതികൾ അച്ചായൻ ചെന്ന് കാണുന്നു, അവരുടെ അവസ്ഥകളൊക്കെ കണ്ട് മനസ്സിലാക്കുന്നു. അതായത് അവർ താമസിക്കുന്നത് ഷെഡിലാണ്, കൂടാതെ പ്രാഥമിക കാര്യങ്ങൾക്ക് വരെ തൊട്ടടുത്ത പറമ്പുകളിലേക്ക് പോകേണ്ട ഗതികേടാണ്. കൂടാതെ ദമ്പതികളുടെ മകൻ മരിച്ചത് ക്യാൻസർ വന്നിട്ടാണെന്നും തങ്ങളുടെ വീടെന്ന സ്വപ്നം അച്ചായൻ സാക്ഷാത്കരിച്ചു തരണമെന്ന് അവർ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ചായൻ അവർക്കൊരു 10 ലക്ഷം രൂപയുടെ ചെക്ക് എടുത്ത് വെച്ച് കൊടുത്തു. നമുക്ക് എന്തായാലും അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇത് 10 ലക്ഷം രൂപയുണ്ട്. നിങ്ങൾ നല്ലൊരു വീട്ടിൽ അന്തസ്സായിട്ട് കയറി കിടക്കുന്ന എനിക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാരും അനുഗ്രഹിക്കട്ടെ. അച്ചായൻ ഇവരെ വന്ന് കാണുന്ന സമയത്ത് ഏകദേശം തറപണി പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞ സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ലഭിച്ച 40,000 രൂപക്കാണ് തറ പണിതത്. പക്ഷെ ഭരണം മാറിയതോടെ തുടർ സഹായമൊന്നും ലഭിച്ചില്ല എന്നാണ് അമ്പിളി ചേച്ചി പറഞ്ഞത്. അങ്ങനെ ഇരിക്കേണ് ഈ അച്ചായൻ വന്ന് ഇവരെ കാണുന്നതും 10 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കുന്നതും. പണിയെല്ലാം പൂർത്തീകരിച്ച് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആകെ ചെയ്തത് തറയിൽ നിന്ന് ഒരു മതിൽക്കെട്ട് മാത്രമാണ്. എന്തായാലും അതിനെ പറ്റിയൊക്കെ അമ്പിളി ചേച്ചി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. മേടിച്ചോണ്ട് അന്ന് ഇവിടെ നീ സോജപ്പം പോയി കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാണ് പണി എന്നുള്ള ഒരു ഇതിന് ഇവിടെ വരുന്നത്. നിങ്ങൾ ആൾക്കാരെ വിളിക്കാൻ പറഞ്ഞ് ഇവിടുന്ന് പലരെ ഞങ്ങൾ വിളിച്ചു. ഈ ഭിത്തിയെന്ന് ഈ തറയെന്ന് ഇവിടം വരെ പുള്ളി കെട്ടിവെച്ചു, അത്രയും കെട്ടിവെച്ചു. ഇത് ആ പുള്ളി തന്നെ ഏൽപ്പിച്ച പല മേസ്തിരിമാരുടെ സാധനങ്ങളാണ് ഈ കിടക്കുന്നത്. അവർക്ക് അത്രയും പേർക്കും പൈസ കൊടുക്കാനുള്ളവരാണ്. അവരിവിടെ വരുമ്പോ സോജപ്പം വരത്തില്ല. അവരിവിടെ വരുമ്പോ സോജപ്പം വരത്തില്ല. ഒരാൾക്ക് 8,000 കൊടുക്കാനുണ്ട്, ഒരാൾക്ക് 6,000 കൊടുക്കാനുണ്ട്. ഇപ്പൊ ഈ തട്ടിന്റെ എല്ലാം കൂടെ വേറെ 13,000 കൊടുക്കാനുണ്ട്. ഇവർ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് സോജപ്പൻ എന്ന വ്യക്തി പറ്റിച്ചെന്നാ തോന്നുന്നത്. എന്തായാലും അച്ചായൻസ് ഗോൾഡിന്റെ മാനേജറായ അഖിലിനോട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളുടെ കാര്യം മാത്രമല്ല നോക്കാനുള്ളത്, മറ്റു പലരുടെയും കാര്യം നോക്കാനുണ്ട്, എനിക്ക് കുടുംബമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വയം ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ കുടുംബത്തിന്റെ പ്രധാന ആവശ്യം അച്ചായൻ അന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് ചിത്രീകരിച്ച വീഡിയോ ഡിലീറ്റ് ചെയ്യണം. എന്തായാലും നമുക്ക് അവർ പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം. 10 ലക്ഷം മേടിച്ച 2 ലക്ഷം രൂപ അച്ചായൻ എനിക്ക് മരുന്നിന് തന്നു. അത് ഞാൻ ആരോടെങ്കിലും മേടിച്ചു വേണേ അവൻ്റെ കൊടുത്തേക്കാം, 10 ലക്ഷം തികച്ചു കൊടുത്തേക്കാം. പക്ഷെ ഈ വീട് വെച്ചതിന്റെ ഈ ഭിത്തിയുടെ ഇതിന്റെ എടുത്തേച്ച് ഒന്നെങ്കിൽ പൈസ തിരിച്ചു തരണം, അല്ലെങ്കിൽ വീഡിയോ തിരിച്ചിടണം. വീഡിയോ ഇത് ഞങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് വെച്ച് അവർ ഡിലീറ്റ് ചെയ്യണം. ഞങ്ങളെ ഫോണിൽ കൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്താനോ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്താനോ ആൾക്കാരെ കൊണ്ട് ഇവിടെ വരാനോ ഇനിയും പറ്റത്തില്ല. കേട്ടില്ലേ, അവർ പറയുന്നത് അച്ചായൻ തന്നു എന്ന് പറയുന്ന 10 ലക്ഷം ആരോടെങ്കിലും കടം മേടിച്ചിട്ടായാലും തിരിച്ചു തരാം, പക്ഷെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നാണ്. ഇത് തികച്ചും ന്യായമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പുറമെ ജനങ്ങൾ കാണുമ്പോൾ എന്താ ചിന്തിക്കുക, അച്ചായൻസ് ഗോൾഡ് 10 ലക്ഷം രൂപ കൊടുത്തു, അവരുടെ ജീവിതം ശരിയായി എന്നൊക്കെയല്ലേ ചിന്തിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ തുടർന്ന് സഹായമൊന്നും ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഇങ്ങനൊരു വിവാദം സോഷ്യൽ മീഡിയയിൽ വന്നതോടെ അച്ചായൻ ഒരു റിയാക്ഷൻ വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടു നോക്കാം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ എന്നെയും എന്റെ സ്ഥാപനത്തെയും എന്റെ ജീവനക്കാരെ പറ്റി മോശമായി വ്യാജ പ്രചരണങ്ങൾ. ആ വീഡിയോ കണ്ടപ്പോൾ ഒരു തെറ്റായ പ്രചാരണവും തോന്നിയില്ല. കാരണം വ്യക്തമായ തെളിവ് വെച്ചാണ് അവർ സംസാരിക്കുന്നത്. ക്കൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി. പക്ഷെ ഇതുവരെ ഞാൻ ഇതിനൊന്നും പ്രതികരിച്ചില്ല. പക്ഷെ എന്നെ സ്നേഹിക്കുന്നു. നിങ്ങൾ പ്രതികരിക്കണമായിരുന്നു. കാരണം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ ചതിക്കില്ല എന്നെന്താണ് ഇത്ര ഉറപ്പ്? കുറെ ജനങ്ങൾ എന്നോട് പറഞ്ഞു ഇതിനെതിരെ പ്രതികരിക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തിനുള്ളിൽ പല ആൾക്കാർ വഴി എന്നോട് ഭീമമായ തുക ഈ വ്യക്തി എന്നോട് ആവശ്യപ്പെട്ടു. പക്ഷെ ഈ ഭീമമായ തുക അതിനെതിരെയൊക്കെ പരാതിപ്പെടണം. കാരണം നിങ്ങളുടെ ചാരിറ്റി ആരും ചൂഷണം ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഉണ്ടെങ്കിൽ എനിക്ക് 15 പരം വീടുകൾ പാവങ്ങളായ ആൾക്കാരെ എനിക്ക് സഹായിക്കാൻ പറ്റും. ഇതിനെതിരെ നിയമപരമായിട്ട് ഞാൻ നീങ്ങിയിട്ടുണ്ട്. ഈ സഹായം ഇനിയും മുന്നോട്ട് തുടരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ നിങ്ങളോട് ഒരു സഹായവും ആവശ്യപ്പെട്ടിട്ടില്ല, കാരണം എന്റെ വരുമാനത്തിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമാണ്. കാരണം എന്നെ വ്യാജ പ്രചാരണങ്ങൾ നടത്തി എന്റെ സ്ഥാപനവും അല്ലെങ്കിൽ എന്താ പറയുക എന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളും നശിപ്പിക്കാൻ ഈ വ്യക്തി നോക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, എനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്ന ഈ വ്യക്തിയുടെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ലിങ്കിൽ കയറി എന്നെ സ്നേഹിക്കുന്നവരെല്ലാം ഇതിനെതിരെ റിപ്പോർട്ട് അടിക്കണം. ഇതിനെതിരെ നിങ്ങൾ പ്രതികരിക്കുകയും ചെയ്യണം.
പ്രതികരിക്കണം എന്ന് പറഞ്ഞത് ഓക്കെ, പക്ഷെ റിപ്പോർട്ട് അടിക്കേണ്ട കാര്യമുണ്ടോ? കാരണം നിങ്ങളുടെ പക്കൽ നിന്ന് സഹായം ഒന്നും ലഭിച്ചില്ല എന്ന വാദത്തിലാണ് ആ സ്ത്രീ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ചാൽ ആ വീട് പണിത് തീർത്തു കൊടുക്കുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക. നിങ്ങൾ ചാരിറ്റി ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്, പക്ഷെ നിങ്ങളുടെ ചാരിറ്റി മറയാക്കി ആരെങ്കിലും നിങ്ങളെ പറ്റിക്കുന്നുണ്ടോ എന്നും കൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം. അല്ലാതെ ചാരിറ്റി മാത്രം ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്ത് മോശം പേര് വന്നാലും നിങ്ങൾക്കും അച്ചയൻസ് ഗോൾഡിന് മാത്രമേ അത് ബാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.